ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഇന്ന് സഭയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ സഭകളൊക്കെ പല സഭകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അതിനകത്തൊക്കെ ഒരു ദൈവഹിതം പൂർത്തിയാകണം, സമാധാനം ഉണ്ടാകണം, അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കുർബാനകളിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ട് കാണും. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ലോക ദൈവവിളി ദിനവും കൂടിയാണ് ഇന്ന്. ലോക കോൺഗ്രിഗേഷണൽ സഭകളിലൊക്കെ ധാരാളം നല്ല ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടി കൂടിയും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? നമുക്ക് ശരിക്കും പറഞ്ഞ സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകും. ശരിക്കും ബോർഡർ ഫോഴ്സുകളും അല്ലേ, അവർക്ക് ഒരു പ്രത്യേക സാഹചര്യമാണല്ലോ അവിടെ ജീവിക്കുന്നവര്. അപ്പോൾ എല്ലാവരും ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നത് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഈ ഒരു കാര്യം ഒന്ന് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. ദാനിയേൽ 14:38, ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 14 വേഴ്സ് 38 ആണ് വചനം. അതിനൊതാണ് ദാനിയേൽ പറഞ്ഞു, ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ഈ വചനം ഇതറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഓടിച്ച് പാലം കിടത്തോട്ടോ. കാരണം ഇതെല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു വചനമാണ്. പശ്ചാത്തലം നമുക്കറിയാം. ദാനിയേല് കുഴിയിലാണ്, അല്ലേ? സിംഹക്കുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പറയുമ്പോൾ ദാനിയേൽ അവിടെ കിടക്കുകയാണ്. ദാനിയേൽ ചെയ്യുന്ന ഏക കാര്യം എന്താ? ദൈവത്തോട് സ്നേഹമാണ്. ഒരൊന്നുമില്ല. ദാനിയേൽ ദൈവത്തോട് സ്നേഹമാണ്. സ്നേഹം ഉണ്ടെങ്കിൽ പ്രത്യേകത എന്താ? സ്നേഹമുള്ളവർ പറയുന്നതെല്ലാം അനുസരിക്കും. അതാണ് പ്രത്യേകത. അമ്മയോട് സ്നേഹമുണ്ട്, അമ്മ പറയുന്നത് അനുസരിക്കും. ജീവിത പങ്കാളിയോട് സ്നേഹമുണ്ട്, ജീവിത പങ്കാളി പറയുന്നത് അനുസരിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അധികാരിയോട് സ്നേഹമുണ്ട്, അധികാരി പറഞ്ഞനുസരിക്കും. അപ്പോൾ ദാനിയേൽ ദൈവവചനം എല്ലാം അനുസരിക്കും. സിമ്പിൾ ലോജിക്കാണ്. ഇതാണ് സ്പിരിച്വാലിറ്റി. അപ്പം എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അതിനെ ചൊല്ലി കുറച്ച് സഫറിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരു വചനം കീപ്പ് ചെയ്യാൻ പോയി അപ്പം തന്നെ സഫറിങ് ഉണ്ടാവും, വേദന വിഷമമൊക്കെ ഉണ്ടാവും. രാവിലെ പ്രദേശം ഷെയർ ചെയ്തപ്പോഴും ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തോ? സിംഹത്തിന് വിളയപ്പെട്ടു, ഇവിടെ കിടക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ച് കേട്ടെ. അപ്പോൾ പണിക്കാരൊക്കെ ഭക്ഷണം കൊണ്ട് പോകുന്ന ഹബക്കുക്കിനെ മുടിയെ തൂക്കി പിടിച്ച് ദൈവം എടുക്കുകയാണ്, ഭക്ഷണപാത്രത്തോടു കൂടി. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ലാൻഡ് ചെയ്തിട്ട് ഹബക്കു പറയും, എഴുന്നേക്ക് ഭക്ഷണം കഴിച്ചാലും. അതിന് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ്. അപ്പോൾ ഹബക്കുവിനെ ദൈവം കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ദാനിയേൽ പറയാ, ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കും. എന്നിട്ട് പറയാ, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരു കാര്യം ഉറപ്പാണ്. ഇന്നത്തെ സുവിശേഷം നിയമത്തിൽ വായിച്ച് കേട്ടപ്പോൾ എങ്ങനെ പെറ്റമ്മയ്ക്ക് മറക്കാനാവും? പെറ്റമ്മ മറന്നാലും മറക്കാലോ, ഉപേക്ഷിക്കാലോ, അതൊക്കെയല്ലോ വചനം. അപ്പം അതുകൊണ്ട് മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇതെല്ലാം വരുമ്പോഴും നമുക്ക് തോന്നും, ദൈവം കൈവിട്ടു. അങ്ങനെയൊന്നുമില്ല. ദൈവം തക്ക സമയത്ത് ഇടപെട്ടോളും. അത് നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ പ്രവൃത്തി എന്താ? ദൈവത്തെ സ്നേഹിക്കുക. അതുകൊണ്ട് ഇൻസിയന, ജേസു, ഫൗസ്തീന, ഈ പുസ്തകങ്ങളൊക്കെ കാണാവുന്നൊരു കാര്യമാണ്. നിന്റെ ഒരേ ഒരല്ലൽ എന്നെ സ്നേഹിക്കാൻ മാത്രമായിരിക്കണം. ബാക്കിയെല്ലാം ഞാൻ നിനക്ക് ചെയ്തോളാം, ബാക്കി ഞാൻ ചെയ്ത് തന്നോളാമേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇനി രാജ്യയിൽ എന്നാ ഫോൺ വിളിച്ചാലും അവിടെ ഫുഡ് കിട്ടും. ഈ സിനിമക്കുഴിയിൽ നോ ഓപ്ഷൻ. ദൈവത്തെ ആശ്രയിക്കുക അല്ല എന്നല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് അതാണ്, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ആശ്രയിക്കുക, ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, പക്ഷേ ദൈവം അതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞില്ലേ, മോറൽ വർച്യൂസ് ഗ്രോസ് ഇൻ സ്ട്രഗിൾ. പല സ്ട്രഗിളിലൂടെ നമ്മൾ പുണ്യത്തിലും കർമ്മയിലൊക്കെ വളർന്നു. ഇതാണ് സ്പിരിച്വാലിറ്റി, ഇതാണ് ആധ്യാത്മികം. സോ സിമ്പിൾ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ മിക്കവാറും മാങ്ങയൊക്കെ നോക്കിയായിരിക്കും മിക്കവാറും ഇരിക്കുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതൊക്കെ ഒരെണ്ണം തരാം. അല്ല, ഇത് വഴുത്തുപോയ പ്രശ്നമാവും. ഹല്ലേലൂയ, കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്ന കർത്താവെ, ലോക സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ച്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലൊക്കെ സമാധാനം ഉണ്ടാകട്ടെ, ദൈവഹിതം പൂർത്തിയാകട്ടെ, കരുണ കാണിക്കുന്ന കർത്താവ്. അങ്ങനത്തെയുള്ള ഫോഴ്സുകൾ യുദ്ധം ചെയ്യുന്ന നടക്കുന്ന സ്ഥലങ്ങളിലുള്ളവരെ കർത്താവെ, പട്ടാളക്കാരെല്ലാവരും പ്രത്യേകം അനുഗ്രഹിക്കുന്ന കർത്താവ്. ഈശോയെ അവിടുന്ന് കരുണയോടെ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കും. ഒപ്പം തന്നെ കർത്താവെ, ധാരാളം നല്ല ദൈവവിളികൾ എല്ലാ സഭകളിലും, PDM-ലും SDM-ലും ഒക്കെ അടക്കം എല്ലാ സഭകളും ഉണ്ടാക്കാൻ വേണ്ടി ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുക. നിങ്ങളെ ശല്യപ്പെടുന്ന എല്ലാ ദുഷ്ടാരികളും പൈശാചികത്തിൽ യേശു നാമത്തിൽ വിട്ടോട്ടെ. കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് ബാക്കി സ്നേഹം എല്ലാം വേണ്ടാന്ന് വെക്കണം. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം.
സ്നേഹം ഉണ്ടെങ്കിൽ അനുസരിച്ചുകൊണ്ടിരിക്കും. അവിടെ ദൈവത്തിന്റെ പ്രവർത്തനം നടക്കുകയും ചെയ്യും. ഈ വചനം ജീവിക്കാനുള്ള കൃപ നിങ്ങളുടെ മേൽ വന്നു നിറയട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ, നിയോഗങ്ങളെ ആശീർവദിക്കും. കുഞ്ഞുങ്ങളെല്ലാവരും ആശീർവദിക്കും. നമ്മുടെ കർത്താവ് ശോമിസിയാറെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.